നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീനറി ലാബ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 എക്സ്പെരിമെൻറ്റുകളുണ്ട്. ഒന്ന് പെർഫോമൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ എഫിഷ്യൻസി ടെസ്റ്റ് ഓൺ സെൻട്രിഫ്യൂഗൽ പമ്പ് ആൻഡ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. ഇത് ഏതിലും ഒന്ന്. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയും, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, യാതൊരുവിധ മാറ്റങ്ങളില്ലെന്നല്ലേ. പമ്പുകൾ മാത്രമേ മാറിയിട്ടുള്ളൂ, ബാക്കി സെറ്റപ്പ് എല്ലാം സെയിം ആണ്. അതുപോലെ തന്നെയാണ് കാൽക്കുലേഷൻ്റെ സൈഡിലും. പമ്പിൻ്റെ കാൽക്കുലേഷൻ, സെൻട്രിഫ്യൂഗൽ പമ്പ് ആയിക്കോട്ടെ, റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ആയിക്കോട്ടെ, അതിൻ്റെ ഒബ്സർവേഷനും ടാബുലാർ കോളവും ബാക്കി കാൽക്കുലേഷൻ പാർട്ട് എല്ലാം സെയിം ആണ്, ഒരു മാറ്റവുമില്ല. പിന്നെ റെസിപ്രോക്കേറ്റിങ്ങിൻ്റെ കേസ് വരുമ്പോൾ വോളിയോമെട്രിക് എഫിഷ്യൻസിയും അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് സ്ലിപ്പ്, അത് എക്സ്ട്രാ 2 എണ്ണമാണ് സെൻട്രിഫ്യൂഗലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ കോമൺ ആയിട്ട് ഒറ്റ ഹെഡിങ്ങേ കൊടുത്തിട്ടുള്ളൂ, പമ്പ്. അപ്പോൾ 2 പമ്പിനും ഒറ്റ പ്രൊസീജിയർ, കാൽക്കുലേഷന്, ഒബ്സർവേഷൻ എല്ലാം സെയിം ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ ഈ വാല്യൂകൾ അങ്ങോട്ടും മാറിയാലേ ഉള്ളൂ. ഓക്കെ, നോക്കാം. ഫസ്റ്റ് എനർജി മീറ്റർ കോൺസ്റ്റൻറ്റ്. എനർജി മീറ്റർ കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ എനർജി എന്ന് പറയുന്നത് ഇൻപുട്ട് എനർജി ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ ആ ഒരു പമ്പ് എത്ര പവർ അല്ലെങ്കിൽ എത്ര ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന് അറിയണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എനർജി മീറ്ററാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതിൻ്റെ ഒരു പഴയ രൂപമാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പം ഡിജിറ്റലൊക്കെ ആയി. പഴയ ഒരു മാഗ്നറ്റിക് റൊട്ടേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് കൃത്യം പേരെനിക്കറിയില്ല. അതിനകത്ത് ചെറിയ ഡിസ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ എക്സ്പെരിമെൻ്റ് സമയത്ത് എന്താ ചെയ്യുന്നത്, ആ ഡിസ്കിൻ്റെ അകത്തിലെ ചുവന്ന ഒരു മാർക്കിങ് 5 തവണ ഫുൾ റെവല്യൂഷൻ ചെയ്യാൻ വേണ്ട സമയം നോട്ട് ചെയ്യും അല്ലേ. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ എനർജി മീറ്റർ കോൺസ്റ്റൻറ്റ് എന്ന വാല്യൂ അത്യാവശ്യമാണ്. അതെങ്ങനെയാണ് പറയുന്നത്, 1 200. ഇപ്പോൾ നമ്മുടെ കോളേജിലെ കേസാണെങ്കിൽ 200 സി. അപ്പം സി എന്ന നൊട്ടേഷൻ. അതിൻ്റെ യൂണിറ്റ് എന്താണ്, റെവല്യൂഷൻ പെർ കിലോ വാട്ട് അവർ. അതായത് 1 കിലോ വാട്ട് അവർ പവർ അതായത് 1 കിലോ വാട്ട് 1 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ അതിനകത്തിൽ 200 തവണ ഫുൾ റെവല്യൂഷൻ ചെയ്യും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 1 കിലോ വാട്ട് പവറുള്ള ഒരു ഉപകരണം അത് 1 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എനർജി മീറ്ററിനകത്ത് ആ ചുവന്ന മാർക്കിംഗ് ഉണ്ടല്ലോ, അത് 200 തവണ ഫുൾ റൊട്ടേഷൻ ചെയ്യും എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ അറിയാമല്ലോ, നമ്മുടെ സാറിന് നിങ്ങൾ പേപ്പറിനകത്ത് എന്തെഴുതിയാലും അത്. അപ്പോൾ പറഞ്ഞു വന്നത് എനർജി മീറ്റർ കോൺസ്റ്റൻറ്റിനെ പറ്റിയാണ്. അതിനുശേഷം നോക്കി, ഏരിയ ഓഫ് കളക്ടിങ് ടാങ്ക് നൊട്ടേഷൻ AT, A_T ഈസ് ഈക്വൽ ടു 0.25 മീറ്റർ സ്ക്വയർ. യൂണിറ്റ് മിസ്സാകരുത്, യൂണിറ്റൊക്കെ വളരെ അത്യാവശ്യമാണ്. മീറ്റർ സ്ക്വയർ, ഇത് 2500 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് ചില ഏരിയയിൽ കാണുമെങ്കിലും നമുക്ക് എല്ലാ കാൽക്കുലേഷൻ വേണ്ടത് മീറ്റർ സ്ക്വയറിലാണ്. അടുത്തത് ലെവൽ ഡിഫറൻസ് ഓഫ് ദി ഗേജ്. ലെവൽ ഡിഫറൻസ് അതായത് വാക്യൂം ഗേജും പ്രഷർ ഗേജും കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡെലിവറി ലൈനിലും സക്ഷൻ ലൈനിലും. ഇവ തമ്മിലുള്ള ആ കണക്ഷൻ പോയിൻ്റിലുള്ള പൈപ്പ്, അതായത് ഒരു ചെറിയ ഹോസ് വന്ന് കണക്റ്റ് ആകുന്നുണ്ട് ഈ പൈപ്പിലേക്ക്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു അകലം, അതാണ് ഈ ലെവൽ ഡിഫറൻസ് HL എന്ന് ഉദ്ദേശിക്കുന്നത്. അത് കമ്പനിക്കാർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണല്ലോ, അത് പെർമനൻ്റ് ആയിരിക്കും, മാറത്തില്ല. 495 mm. അപ്പം MM ആണ്. നമുക്ക് MM ഒരു സാധനം ആവശ്യമില്ല, അതിനെ അപ്പം തന്നെ കൺവേർട്ട് ചെയ്യുക. 495 ഇൻറ്റു 10⁻³ മീറ്റേഴ്സ്. MM മീറ്ററിലേക്ക് മാറ്റാൻ ഇൻറ്റു 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഒബ്സർവേഷൻ എന്തൊക്കെയാണ് വേണ്ടത് ഇവിടെ എഴുതണം കേട്ടോ. ഒബ്സർവേഷൻ എഴുതണം. ഒബ്സർവേഷൻ എന്തൊക്കെയാണ്, എനർജി മീറ്റർ കോൺസ്റ്റൻറ്റ് C അത് 200 റെവല്യൂഷൻ പെർ കിലോ വാട്ട് അവർ. ഏരിയ ഓഫ് കളക്ടിങ് ടാങ്ക്, നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് HM ലാബ് പഠിക്കുമ്പോൾ എപ്പോഴും പറയാം അല്ലേ, ടാങ്ക് എല്ലായിടത്തും ഉണ്ട്. അതിനർത്ഥം അവിടെ ഒരു AT ഉണ്ട്. അതുപോലെ തന്നെ 5 സെൻറ്റിമീറ്റർ വെള്ളം ഉയരാൻ വേണ്ട സമയമുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ AT, അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയാണ് AT എന്നുള്ള ഈ ഒരു നൊട്ടേഷൻ. ഏരിയ ഓഫ് കളക്ടിങ് ടാങ്ക് അത് വാല്യൂ 0.25. അതും പെർമനൻ്റ് ആണ്, മാറില്ല. പിന്നെ ലെവൽ ഡിഫറൻസ് ഓൾറെഡി പറഞ്ഞു. ഇനി ഇതാണ് നമ്മുടെ ടാബുലർ കോളം. പമ്പ്, അത് 2 പമ്പ് ആയിക്കോട്ടെ, സെൻട്രിഫ്യൂഗൽ ആയിക്കോട്ടെ, റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ആയിക്കോട്ടെ, സെയിം ടാബുലർ കോളം. ഓക്കെ, ഞാൻ പറഞ്ഞു ഒബ്സർവേഷൻ അത് കുറച്ച് വാല്യൂ മാറുമെങ്കിലും ഈ കണ്ടൻറ്റ് സെയിം ആയിരിക്കും. അതേപോലെ തന്നെ ഇതിൽ
ഇപ്പോൾ ടാബുലർ കോളത്തിൽ എന്തൊക്കെയുണ്ട്? സക്ഷൻ ഹെഡ്, ഡെലിവറി ഹെഡ്, ടോട്ടൽ ഹെഡ്, ടൈം ഫോർ മാനുവലിനകത്ത് 10 സെൻറ്റിമീറ്ററാണ്, നമ്മൾ 5 സെൻറ്റിമീറ്റർ ആയി. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി 5 സെൻറ്റിമീറ്റർ സമയം ലാഭിക്കുക. 5 സെൻറ്റിമീറ്റർ. റൈസ് ഓഫ് വാട്ടർ അത് ടീസ് യൂണിറ്റ് സെക്കൻഡ്സിലാണ്. പിന്നെ ഇതെന്താണ്? ക്യൂ എന്ന് വെച്ചാൽ ഡിസ്ചാർജ് എന്നാണ്. അവിടെ ഡിസ്ചാർജ് എന്ന് എഴുതണേ. ഇത് വീഡിയോ കാണുമ്പോൾ തന്നെ അതിൻ്റെ കൂടുതൽ എഴുതി തരണം ഡിസ്ചാർജ്. പിന്നെ ടൈം ഓഫ് ഫോർ 5 റവല്യൂഷൻ. എന്തിൻ്റെ റവല്യൂഷൻ? എനർജി മീറ്ററിലെ റീഡിങ്. അതാണ് ഇവിടെ ടൈം ഫോർ 5 റവല്യൂഷൻ എഴുതിയിരിക്കുന്നത്, എനർജി മീറ്റർ റീഡിങ്. പിന്നെ ഔട്ട്പുട്ട് പവർ, ഇൻപുട്ട് പവർ, എഫിഷ്യൻസി. ഇത്രയാണ് ടാബുലർ കോളത്തിലുള്ളത്. ടാബുലർ കോളത്തിൽ ഇപ്പം എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതിയാലും കുഴപ്പമില്ല, പക്ഷേ ഒരു ഭംഗിക്ക് ഇത് ആദ്യം എഴുതാനായിരിക്കും നല്ലത്. കാരണം നമ്മൾ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ പ്രഷർ ഗേജ് റീഡിങ് അല്ലെങ്കിൽ ഡെലിവറി ഹെഡ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാണ് നമ്മൾ റീഡിങ് ചെയ്യുന്നത് അല്ലേ. ഇപ്പം 0.2 ആദ്യം എടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാക്യൂം ഗേജ് റീഡിങ് അല്ലേ. പിന്നെ 5 സെൻറ്റിമീറ്റർ വെള്ളം ഉയരാൻ വേണ്ട സമയം നോട്ട് ചെയ്യുന്നു, 5 തവണ എനർജി മീറ്റർ റവല്യൂഷൻ ചെയ്യാൻ വേണ്ട ടൈം നോട്ട് ചെയ്യുന്നു അല്ലേ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ശരിയാണ്. എന്നാലും ഡെലിവറി ഹെഡ് ആദ്യം എഴുതുന്നതായിരിക്കും ഇച്ചിരി നല്ലത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾ ഡെലിവറി ഹെഡ് അല്ലെങ്കിൽ ഇവിടെ പ്രഷർ ഗേജ് റീഡിങ് മറന്നുപോലെ, പ്രഷർ ഗേജ് റീഡിങ് ഡെലിവറി ഹെഡ് എഴുതാനായിരിക്കും നല്ലത്. എവിടെ നിന്നാണ് ഈ റീഡിങ് കിട്ടുന്നത്? പ്രഷർ ഗേജ് റീഡിങ്. നമ്മൾ ആദ്യമേ വാൽവ്, ഡെലിവറി സൈഡിലെ വാൽവ് കൺട്രോൾ ചെയ്ത് പ്രഷർ ഗേജിലെ റീഡിങ് നമ്മൾ സെറ്റാക്കത്തില്ലേ? 0.2, 0.4, 0.6 അത് തന്നെ. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് 0.2, 0.4, 0.6, 1, 1.2 അങ്ങനെ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാക്യൂം ഗേജ് റീഡിങ് അല്ലെങ്കിൽ സക്ഷൻ ഹെഡ്. വാക്യൂം ഗേജ് റീഡിങ് ആണ് സക്ഷൻ ഹെഡ്. അതിൻ്റെ യൂണിറ്റ് എന്താണ്? mmHg, മില്ലിമീറ്റർ HG. മെർക്കുറി ഹെഡാണ് മില്ലിമീറ്റർ. അതിനെ നമ്മൾ മീറ്റേഴ്സ് ഓഫ് വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതുപോലെ തന്നെ പ്രഷർ ഗേജ് റീഡിങ് അല്ലെങ്കിൽ ഡെലിവറി ഹെഡ് എന്നുള്ളതിൻ്റെ യൂണിറ്റ് kg/cm², ആണ്. നമ്മൾ അതിനെ മീറ്റേഴ്സ് ഓഫ് വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ശേഷം ടോട്ടൽ ഹെഡ് എന്നൊരു കോളമുണ്ട്. ഇത് രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് ഫോർമുലയ്ക്കകത്ത് അപ്ലൈ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ ഹെഡിനുള്ളതായിരിക്കും. പിന്നെ സെക്കൻഡ് അറിയാവുന്ന പോലെ ടൈം ഫോർ 5 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് റൈസ് ഓഫ് വാട്ടർ T1 അല്ലെങ്കിൽ എന്താണ് നൊട്ടേഷൻ? ഇപ്പോൾ നിങ്ങൾ മാനുവൽ കോപ്പി ആണെങ്കിൽ T1 തന്നെ കൊടുത്തു കുഴപ്പമില്ല. അതിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്സ്. ഈ യൂണിറ്റുകൾ മിസ്സായാൽ യൂണിറ്റുകൾ വളരെ അത്യാവശ്യമാണ്. ക്യൂ ഡിസ്ചാർജാണ്. ഡിസ്ചാർജിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. വോളിയം ഫ്ലോ റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മീറ്റർ ക്യൂബ് വോളിയം 1 സെക്കൻഡിൽ പാസ് ചെയ്ത് പോകുന്നു. പിന്നെ ടൈം ഫോർ 5 റവല്യൂഷൻസ് എന്തിന്? എനർജി മീറ്റർ, അത് T2. പിന്നെ ഔട്ട്പുട്ട് ഇൻപുട്ട് എഫിഷ്യൻസി അതിൻ്റെ യൂണിറ്റ് കിലോവാട്ടാണ്. എഫിഷ്യൻസി പെർസെൻറ്റേജ് ആണ്, എനിക്കറിയാം, ഇനി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് രണ്ടെണ്ണം അതായത് ഈ ടിക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ കാൽക്കുലേഷനിൽ കണ്ടുപിടിക്കേണ്ട, കാൽക്കുലേഷൻ ചെയ്ത് കണ്ടുപിടിക്കേണ്ട, ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട വാല്യൂസാണ്. പമ്പിൻ്റെ കാൽക്കുലേഷൻ സൈഡിലേക്ക് വരികയാണെങ്കിൽ ആദ്യം കണ്ടെത്തേണ്ടത് ടോട്ടൽ ഹെഡാണ്. ടോട്ടൽ ഹെഡ് എന്ന് പറയുമ്പോൾ പമ്പിൻ്റെ സക്ഷൻ സൈഡിൽ ഏറ്റവും താഴ്ഭാഗം മുതൽ ഡെലിവറി സൈഡിൽ മാക്സിമം ഹൈറ്റിൽ വെള്ളം ചെല്ലുന്നത്ര ഉയരം, ഇതിൻ്റെയാണ് ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടെത്താനായിട്ട് നമുക്ക് പ്രഷർ ഗേജ് റീഡിങ് PP നമ്മൾ തൽക്കാലം പ്രഷർ ഗേജ്, അതായത് നോക്കി ഇവിടെ പ്രഷർ ഗേജ് റീഡിങ്ങിന് PP എന്നും സക്ഷൻ ഗേജിന് PS എന്നും കൊടുത്തിട്ട് ടോട്ടൽ ഹെഡിനെ H ആക്കി വെച്ചു. ഇത് നോക്കി ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? PP kg/cm² ആണ്. അതിനെ മീറ്റേഴ്സ് ഓഫ് വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതുപോലെ തന്നെ സക്ഷൻ ഗേജിനെ അല്ലെങ്കിൽ വാക്യൂം ഗേജിനെ mmHg എന്ന യൂണിറ്റിൽ നിന്നും മീറ്റേഴ്സ് ഓഫ് വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യണം. നോക്കിയേ അത് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രഷർ ഗേജ് റീഡിങ് kg/cm²നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീറ്റേഴ്സ് ഓഫ് വാട്ടറിൽ അതിൻ്റെ യൂണിറ്റ് കൺവേർഷൻ നടത്താം. പ്ലസ് വാക്യൂം ഗേജ് റീഡിങ് PS, വാക്യൂം ഗേജ് റീഡിങ് അല്ലെങ്കിൽ സക്ഷൻ ഹെഡിനെ 13.6 × 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ mmHg എന്നുള്ള വാല്യൂ മീറ്റേഴ്സ് ഓഫ് വാട്ടറിലേക്ക് മാറും.
പിന്നുള്ളത് എച്ച് എൽ ആണ്. എച്ച് എൽ നമ്മൾ ഓൾറെഡി ഒബ്സർവേഷനകത്ത് പറഞ്ഞു. എച്ച് എൽ എന്താണ്? എച്ച് എൽ എന്ന് പറഞ്ഞാൽ സക്ഷൻ ഗേജ് അല്ലെങ്കിൽ വാക്വം ഗേജും പ്രഷർ ഗേജും തമ്മിലുള്ള ഉയര വ്യത്യാസം. അത് ബോളിൽ രണ്ടും ഒരുപോലെ ഇരിക്കുന്നതല്ല. ആ ഗേജിലേക്കൊരു ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ട്യൂബ് എവിടെയാണ്? ഡെലിവറി സൈഡിലും സക്ഷൻ സൈഡിൽ പൈപ്പ് ലൈനിലും കണക്ട് ചെയ്തിട്ടുണ്ട്. അവ തമ്മിലുള്ള ഉയരമാണ് നോക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കേസിൽ അത് 495 mm എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ വാല്യൂ ചിലപ്പോൾ മാറിപ്പോകാം. ചിലപ്പോൾ റെസിപ്രോക്കറ്റിങ്ങിൻ്റെ ആയിരിക്കും. ജസ്റ്റ് ഞാനൊരു പഴയ നോട്ട് ഇപ്പോൾ റെഫർ ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയേക്കാം. പക്ഷേ ഇവിടെ ഞാൻ 48 എഴുതിയിട്ടുണ്ട്. 48 സെൻറ്റിമീറ്റർ. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുകിൽ ഇത് റെസിപ്രോക്കേറ്റിങ്ങിൻ്റെയോ അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെയോ ആകാം. അത് പ്രശ്നമല്ല. ആ കിട്ടിയിരിക്കുന്ന വാല്യൂവിനെ മീറ്റേഴ്സിലേക്ക് മാറ്റുക. ഇത് 48 സെൻറ്റിമീറ്റർ എന്നായിരുന്നു. സെൻറ്റിമീറ്ററിന് (10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മീറ്ററിലേക്കാക്കി. അപ്പോൾ വാക്വം ഗേജ് റീഡിങ് പ്ലസ് ഇത് മാറിപ്പോയി. ഇത് പ്രഷർ ഗേജ് റീഡിങ് പ്ലസ് വാക്വം ഗേജ് റീഡിങ് പ്ലസ് ലെവൽ ഡിഫറൻസ്. ഇത് തമ്മിൽ ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ ഹെഡ്. അത് ക്യാപിറ്റൽ എച്ച് ആണ് നൊട്ടേഷൻ. മീറ്റേഴ്സിലായിരിക്കും ഉയരം. മീറ്റേഴ്സ് ഓഫ് വാട്ടറല്ല, മീറ്റേഴ്സ്. ടോട്ടൽ ഉയരം. ഇപ്പോൾ ഞാൻ ചുമ്മാ ഒരു ഡെമ്മി കാൽക്കുലേഷൻ ഇട്ട് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രഷർ ഗേജ് റീഡിങ് 2 ആണെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന 10 വെച്ച്, പ്ലസ് വാക്വം ഗേജ് റീഡിങ് 100 mmHg ആണെങ്കിൽ അതിന് 13.6 ഇൻറ്റു 10⁻³ മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്ലസ്. അപ്പോൾ ഇത് മാറും. ഈ വാല്യൂ ഒന്ന് മാറും. ഒന്നീ 49.5 അല്ലെങ്കിൽ 48. അത് ഒബ്സർവേഷൻ ചാർട്ട്, അതായത് എക്സ്പെരിമെൻറ്റിൻ്റെ മുകളിലായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, അത് നോക്കിച്ചാൽ മതി. മീറ്ററിലേക്ക് മാറ്റണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ആൻസർ കിട്ടുന്നു. ടോട്ടൽ എച്ച് ഇവിടെ ഡെമ്മി വാല്യൂ ആണ് 21.84 മീറ്റേഴ്സ് എന്നൊരു ആൻസർ കിട്ടും. ഇതാണ് ടോട്ടൽ ഹെഡ്. അത് എവിടെ എഴുതേണ്ടത്? നമ്മുടെ ഇവിടെ എഴുതാം. ടോട്ടൽ ഹെഡ് എച്ച് എന്നുള്ളതിൻ്റെ ഈ വാല്യൂ ഇവിടെ ആൻസർ നമ്മൾ എഴുതി പോകാം. ഓക്കെ, അടുത്തത് നമുക്ക് ആക്ച്വൽ ഡിസ്ചാർജാണ്. ആക്ച്വൽ ഡിസ്ചാർജ് ക്യൂ എന്നാണ് എഴുതിയിട്ടുള്ളത്. നമ്മുടെ മാനുവലിൽ ഇതാണ്. ക്യൂ ഇതുണ്ട്. ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. ക്യൂ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ക്യൂ വേണം, ക്യൂ എ എന്ന് എഴുതാം, അല്ലെങ്കിൽ ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് എഴുതാം. അതിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അതിൻ്റെ ഫോർമുലയാണ് നോക്കി. ആക്ച്വൽ ഡിസ്ചാർജ് ക്യൂ എ ഇസ് ഈക്വൽ ടു AT ഇൻറ്റു 5 ഇൻറ്റു 10⁻² ഡിവൈഡ് ബൈ T1. ഇത് നമ്മുടെ ടാബുലർ കോളത്തിലും ഒബ്സർവേഷനിലും ഉണ്ട്. ഏതെങ്കിലും ഒരു സാധനം അറിയത്തില്ല, മറന്നുപോയി എന്ന് വിചാരിച്ചിരിക്കല്, ഒബ്സർവേഷനിലോ ടാബുലർ കോളത്തിലോ തപ്പി നോക്കണം. അപ്പോൾ നോക്കി, AT നമ്മൾ എവിടെ എഴുതിയിട്ടുണ്ട്? നമ്മൾ എഴുതിയിരിക്കുന്നത് ഒബ്സർവേഷനിലാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാല്യൂ കാണാതെ പഠിച്ചു വെച്ചോണം. 0.25 m². ആണ് AT. AT എന്തുവാണ്? T ഉണ്ടോ? T എന്താണ്? ടാങ്ക്. എ എന്തുവാ? ഏരിയ ഓഫ് കളക്ടിങ് ടാങ്കാണ് AT ഉദ്ദേശിക്കുന്നത്. അത് ഒബ്സർവേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇത് നോക്കി, AT 0.25 m². അപ്പോൾ ആ വാല്യൂ മാറുമോ? ഇല്ല. അത് എല്ലാ ത്രൂ ഔട്ട് HM FM ലാബിലെ എല്ലാ എക്യുപ്മെൻറ്റിൻ്റെയും ടാങ്കിൻ്റെ അളവെന്ന് പറയുന്നത് 0.25 m² ആണ്. അപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുക ചെയ്യേണ്ട. അപ്പോൾ AT എന്താണ്? AT എന്നുള്ളത് ഏരിയ ഓഫ് കളക്ടിങ് ടാങ്ക്. അപ്പോൾ 5 എന്താണ്? നമ്മൾ ടാങ്കിൽ 5 സെൻറ്റിമീറ്റർ വെള്ളം ഉയരാൻ വേണ്ട സമയമല്ല നോട്ട് ചെയ്യുന്നത്. അപ്പോൾ 5 സെൻറ്റിമീറ്ററാണ് ഈ എഴുതിയിരിക്കുന്നത്. 5 സെൻറ്റിമീറ്റർ എഴുതി. പക്ഷേ നമുക്ക് ആ സെൻറ്റിമീറ്ററിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല. നമുക്കെല്ലാം മീറ്ററിൽ വേണം. എല്ലാ കാൽക്കുലേഷനും മീറ്ററിലായിരിക്കണം. അപ്പം 5 സെൻറ്റിമീറ്ററിനെ ഇൻറ്റു 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂ മീറ്ററിലേക്ക് മാറും. ഡിവൈഡഡ് ബൈ T1. എവിടെ ഉണ്ട്? നമ്മുടെ മാനുവലിനകത്തിലെ T1 എവിടെയാണ്? ടൈം ഫോർ 5 സെൻറ്റിമീറ്റർ റൈസ് ഓഫ് വാട്ടർ. T1 യൂണിറ്റ് എന്താണ്? സെക്കൻഡ്സിൽ. അപ്പോൾ ഇത് ഈ T1 എന്ന് ഉദ്ദേശിച്ചത് ആ കളക്ടിങ് ടാങ്കിൽ 5 സെൻറ്റിമീറ്റർ വെള്ളം ഉയരാൻ എത്ര സമയമെടുത്തു. അപ്പോൾ ആ എടുത്ത സെക്കൻഡ്സ്, അതായത് ടൈം സെക്കൻഡ്സിലാണ്. അത് നോട്ട് ചെയ്യുന്നു. അതിനെ ഈ ടോട്ടൽ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നോക്കിയാൽ ഏരിയ ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ എന്താ? ഇത് വോളിയമായി ഡിവൈഡ് ബൈ ടൈം. അപ്പം നമുക്ക് യൂണിറ്റ് എന്ത് കിട്ടി? മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇതൊരു ഡെമ്മി വാല്യൂ ആണ്. 24 സെക്കൻഡ് ആണെങ്കിൽ, അതായത് ഈ ടാങ്കിൽ 0.25 m² ഏരിയ ഉള്ള ടാങ്കിലേക്ക് 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 5 ഇൻറ്റു 10⁻² മീറ്റേഴ്സ്
ഹൈറ്റിൽ വെള്ളം നിറയാൻ 24 സെക്കൻഡ് എടുത്തു. അങ്ങനെയെങ്കിൽ അതിൻ്റെ ആക്ച്വൽ ഡിസ്ചാർജ് Q ആണ് ഈ എഴുതിയിരിക്കുന്നത്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അടുത്ത മൂന്നാമത്തെ ഇതാണ് പവർ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പവർ. എങ്ങനെയുള്ള എഴുതാം കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ നിങ്ങളുടെ മാനുവലിനകത്ത് എങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് അത് അതുപോലെ എഴുതിക്കുക, കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. ഔട്ട്പുട്ട് പവർ അല്ലെങ്കിൽ പവർ ഔട്ട്പുട്ട്, പി ഔട്ട് എന്ന് പവർ ഔട്ട്പുട്ട് പി ഔട്ട് എന്ന് ചിലർ എഴുതാറുണ്ട്, അല്ലെങ്കിൽ OP, ഇതല്ലെങ്കിൽ ഔട്ട്പുട്ട് പവർ OP, ഔട്ട്പുട്ട് പവർ എന്ന് എഴുതാറുണ്ട്. ഈ നൊട്ടേഷനാണ്, ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. പവർ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പവർ എന്ന് എഴുതുക. നൊട്ടേഷൻ്റെ കാര്യമാണ് ഈ പറയുന്നത് OP അല്ലെങ്കിൽ പി ഔട്ട് എന്നുള്ളത്. അതിൻ്റെ ഫോർമുല എന്താണ്? പവർ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു W, ക്യാപിറ്റൽ W ഇൻറ്റു QA. QA എവിടെ നിന്ന് കിട്ടി? നമ്മൾ രണ്ടാമത് ചെയ്ത ഫോർമുലയ്ക്കകത്ത് നമുക്ക് QA കിട്ടും. H എവിടെ നിന്ന് കിട്ടി? H അത് നമ്മൾ ആദ്യം ചെയ്ത കാൽക്കുലേഷനകത്ത് നമുക്ക് H കിട്ടും. അപ്പം ഫസ്റ്റ് കാൽക്കുലേഷനിൽ കിട്ടുന്ന H ഇൻറ്റു സെക്കൻഡ് കാൽക്കുലേഷനിൽ കിട്ടുന്ന ഡിസ്ചാർജ് QA, 80 ഇൻറ്റു 5 ഇൻറ്റു 10⁻² ഡിവൈഡ് ബൈ T എന്ന് നമ്മൾ ചെയ്തില്ലേ, അതാണ് QA ഡിസ്ചാർജ്. പിന്നെ W നമുക്ക് അറിയത്തില്ല. അപ്പോൾ W ഈസ് ഈക്വൽ ടു ρg. അപ്പോൾ എന്താണ് ρ, എന്താണ് G എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആൻഡ് 9.81 ആണ്. പിന്നെ ρ നമ്മൾ ഡീൽ ചെയ്യുന്ന ഫ്ലൂയിഡ് വെള്ളമായതുകൊണ്ട് തന്നെ അപ്പം ഡെൻസിറ്റിയെ സൂചിപ്പിക്കുന്ന സിമ്പലാണ് ρ. അത് വെള്ളത്തിൻ്റെ ഡെൻസിറ്റി 1000 kg/m³ ആണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ, അപ്പം 9810 Nm/m³ എന്ന് കിട്ടും. അപ്പോൾ 9810 Nm/m³. ഇതിൻ്റെ എല്ലാ യൂണിറ്റ് സാറ് ചിലപ്പോൾ ചോദിക്കും. കൃത്യമായിട്ട് യൂണിറ്റുകളൊക്കെ വളരെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ്, മറന്നുപോലെ. സാറ് ചോദിക്കും വൈവയായിട്ടോ അല്ലാതെ എല്ലാം ചോദിക്കും. അതായത് പഠിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ യൂണിറ്റൂടെ പഠിച്ചു പോവുക. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? സ്പെസിഫിക് വെയിറ്റ് എന്നാണ് ഇതിൻ്റെ പേര്, സ്പെസിഫിക് വെയിറ്റ്. ഇപ്പോൾ ഒരു ഡെമ്മി കാൽക്കുലേഷൻ വെച്ച് ഞാൻ ചുമ്മാ ഒരു സാമ്പിൾ എഴുതിയിരിക്കുകയാണ്. ഇത് ആൻസർ ഇതുപോലെ കിട്ടും, 1.115. അല്ലെങ്കിൽ ഈ വാല്യൂ മാറും, വിത്ത് യൂണിറ്റ് എഴുതിയിരിക്കുന്നത് പി ഔട്ട്പുട്ട്. അപ്പോൾ ഇത് W ആണ്, ക്യാപിറ്റൽ W ആണ്, അത് സ്പെസിഫിക് വെയിറ്റ് ആണ്, അല്ലെങ്കിൽ ρg എന്ന് പറയും, ρg അല്ലെങ്കിൽ 9.81 ഇൻറ്റു 1000. രണ്ടാമത് ചെയ്ത കാൽക്കുലേഷനകത്ത് നിന്ന് കിട്ടിയ ആക്ച്വൽ ഡിസ്ചാർജ്, ഏറ്റവും ആദ്യം ചെയ്ത ടോട്ടൽ ഹെഡ്, ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് വാട്ട്സിലാണ്, W-ലാണ്. അപ്പോൾ ഡിവൈഡ് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് കിലോ വാട്ടിൽ കിട്ടും. ഓക്കെ, അപ്പം പവർ ഔട്ട്പുട്ട് കിലോ വാട്ടിലായിരിക്കണം. അടുത്തത് ഇൻപുട്ട് പവറാണ്. ഇൻപുട്ട് പവർ എന്താണ്? എന്ത് എനർജിയാണ് നാം കൺസ്യൂം ചെയ്യുന്നത്? പമ്പ് ഇലക്ട്രിക്കൽ എനർജിയാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പോൾ ആദ്യമേ ചിന്തിക്കണം, നമുക്ക് ഇലക്ട്രിക്കൽ എനർജി മെഷർ ചെയ്യുന്ന, അതിൻ്റെ പവർ മെഷർ ചെയ്യുന്ന എനർജി മീറ്ററിൽ നിന്നുമായിരിക്കും അതിൻ്റെ ആവശ്യമുള്ള സംഭവങ്ങളെല്ലാം കിട്ടുന്നത്, അല്ലേ? അപ്പോൾ നോക്കി, ഇൻപുട്ട് പവർ P ഇൻ എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ IP എന്നും എഴുതാം, നിങ്ങളുടെ ഇഷ്ടം. അപ്പം P ഇൻ ഇസിക്കൽ ടു N/T ഇൻറ്റു 3600 ഡിവൈഡ് ബൈ C. അപ്പോൾ ഈ N എന്താണ്? നമ്മൾ എനർജി മീറ്ററിൽ എത്ര റെവല്യൂഷനാണ് പറഞ്ഞേ? 5 ഫുൾ റെവല്യൂഷൻ, അല്ലേ? 5 ഫുൾ റെവല്യൂഷന് നമ്മൾ ടൈം നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 5 എന്നുള്ള വാക്കാണ് ഈ N, 5 തവണ. ഇപ്പോൾ 10 റെവല്യൂഷൻ എടുക്കുകയാണെങ്കിൽ N മാറി 10 എന്നാവും. ഇനി 20 തവണയാണ് ഫുൾ റൊട്ടേഷൻ, അതായത് എനർജി മീറ്ററിനകത്തെ ഡിസ്കിൻ്റെ റൊട്ടേഷൻ നോക്കുന്നത് 20 തവണയാണെങ്കിൽ ഈ N എന്ന വാല്യൂ മാറി 20 ആവും. ഇപ്പോൾ നമ്മുടെ കേസിൽ നമ്മൾ 5 ഫുൾ റൊട്ടേഷൻ നോക്കുന്നുണ്ട്, അപ്പോൾ N-ൻ്റെ വാല്യൂ 5 ആണ്. അപ്പോൾ 5 തവണ കറങ്ങാൻ എത്ര സമയം വേണം? അതാണ് ഈ T. നമ്മുടെ കേസിൽ T2, അല്ലേ? മാനുവൽ പ്രകാരം T2. പിന്നെ 3600 ഡിവൈഡ് ബൈ C. 3600 എന്ന് കണ്ടു കഴിഞ്ഞാൽ അർത്ഥം നമ്മൾ മണിക്കൂറിനെ സെക്കൻഡ്സിലേക്ക്, അല്ലെങ്കിൽ സെക്കൻഡ്സിനെ മണിക്കൂറിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സിയുടെ വാല്യൂ എന്താണ്? റെവല്യൂഷൻ പെർ കിലോ വാട്ട് അവർ ആണല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് എന്താണ്?
സെക്കൻഡ്സ് ആണ്, ടി സെക്കൻഡ്സിലാണ്. അപ്പോൾ ഈ സെക്കൻഡ്സിലുള്ള ടി എ മണിക്കൂറിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് ഈ 3600 വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. പവർ ഇൻപുട്ട് എന്നുള്ളത് ഇൻപുട്ട് എനർജി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയാണ്. അത് എത്ര കൺസ്യൂം ചെയ്യുന്നത് എനർജി മീറ്ററിലൂടെ അറിയാനൊക്കും. അതിൻ്റെ ഫോർമുലയാണ് N/T × 3600 / C. അപ്പോൾ N എന്താണ്? നമ്പർ ഓഫ് റെവല്യൂഷൻ. നമ്മുടെ കേസിൽ 5 ഉള്ളൂ. അതിന് എത്ര ടൈം വേണം? T2 ടൈം. അപ്പോൾ പലർക്കും പല സമയമായിരിക്കും കിട്ടുന്നത്. അതിനെ മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 3600 / എനർജി മീറ്റർ കോൺസ്റ്റൻറ്റ്. ഒരു ഡെമ്മി വാല്യൂഷൻ ഞാൻ എടുത്തിരിക്കുന്നത് 5 ഫുൾ റെവല്യൂഷന് വേണ്ടി 30 സെക്കൻഡ് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ കേസിൽ നമുക്ക് 200 നമ്മുടെ എനർജി മീറ്റർ റീഡിങ് 200. അപ്പോൾ 3600 / 200 ഇതുപോലൊരു വാല്യൂ കിട്ടും. അപ്പോൾ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് മിസ്സായി, ഇപ്പോഴേ സാറ് തെറ്റിടും. അപ്പോൾ കൃത്യമായി എഴുതിക്കണം. യൂണിറ്റ് കിലോ വാട്ടാണ്. പവർ ഇൻപുട്ട് കിലോ വാട്ടിലാണ്. നമുക്ക് ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാം. അത് നിങ്ങളുടെ ഇലക്ട്രിക്കലിൻ്റെ കേസിലായാലും ഇനി മെക്കാനിക്കൽ സൈഡിലായാലും ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും കിട്ടിക്കഴിഞ്ഞാൽ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ സിമ്പിൾ ഫോർമുലയാണ്. അപ്പം എഫിഷ്യൻസി ഈട്ടയാണ്. എഫിഷ്യൻസി ഈട്ട = P ഔട്ട്. മൂന്നാമത് കാൽക്കുലേഷൻ ചെയ്ത് കിട്ടിയ ആൻസർ / 4 P ഇൻ പവർ ഇൻപുട്ട്, ആ ഇലക്ട്രിസിറ്റി എത്ര എടുത്തു എന്നുള്ളത്, അല്ലെങ്കിൽ നാലാമത് കാൽക്കുലേറ്റ് ചെയ്തെടുത്ത വാല്യൂ ഇൻറ്റു 100 ചെയ്യുമ്പോൾ യൂണിറ്റ് പെർസെൻറ്റേജിലാകും. അപ്പം പവർ ഔട്ട്പുട്ട് / പവർ ഇൻപുട്ട് ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജ്. അപ്പോൾ നോക്കി ഡെമ്മി വാല്യൂ ചുമ്മാ കാണിച്ചിരിക്കുകയാണ്. ഈറ്റ = ഒരു കിട്ടിയ വാല്യൂ ഇൻറ്റു 100, അപ്പം 61%. ആൻസർ ഇതുപോലെ വേണം. ഇത്രയും കൊണ്ട് നിർത്തണം. എന്തിന്? സെൻട്രിഫ്യൂഗൽ പമ്പിന് ഇത്രയും കൊണ്ട് നിർത്തണം. അടുത്ത ഗ്രാഫിലോട്ട് പോവാം. സെൻട്രിഫ്യൂഗൽ പമ്പ് കിട്ടുന്ന ആൾക്കാർ ഇത്രയും കൊണ്ട് കാൽക്കുലേഷൻ സ്റ്റോപ്പ് ചെയ്യുക. അവിടെ തിയററ്റിക്കൽ ഡിസ്ചാർജസ്, പെർസെൻറ്റേജ് ഓഫ് സ്ലിപ്പ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ കൊണ്ട് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കാൽക്കുലേഷൻ കഴിഞ്ഞു. പിന്നുള്ളത് ഗ്രാഫാണ്. ഇത് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഒരു ഗ്രാഫിൻ്റെ മോഡലാണ്. അപ്പോൾ നോക്കി, എക്സ് ആക്സിസിൽ ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ ഡിസ്ചാർജ് Q, യൂണിറ്റ് എന്താണ്? m³/s വൈ ആക്സിസിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കി, അതിൻ്റെ ഹെഡ് ഉണ്ട്, ടോട്ടൽ ഹെഡ് മീറ്റേഴ്സിൽ. അതുപോലെ എഫിഷ്യൻസി ഈറ്റ, അല്ലെങ്കിൽ ഷാഫ്റ്റ് പവർ അല്ലെങ്കിൽ ഇൻപുട്ട് പവർ എന്നുള്ളത്. ഇതിന് 3 ഗ്രാഫുണ്ട്. അപ്പം നമുക്ക് 4 റീഡിങ് വേണം. അപ്പം എക്സ് ആക്സിൽ ഡിസ്ചാർജാണ് Q, m³/s. വൈ ആക്സിസിൽ എന്തൊക്കെ മാറും? മീറ്റർ ഉണ്ട്. അതിൻ്റെ മീറ്റേഴ്സ് നോക്കി, ഹെഡ് യൂണിറ്റ് മീറ്റേഴ്സ്. അത് ഇതുപോലെ താഴോട്ട് വരുന്ന കർവ് ആയിരിക്കും. നല്ലൊരു കർവ് ഷേപ്പ് ആയിരിക്കണം. അതുപോലെ എഫിഷ്യൻസി ഈറ്റ, എഫിഷ്യൻസി കർവ് ഇങ്ങനെ ആയിരിക്കണം. പിന്നെ ഇൻപുട്ട് പവർ ലൈൻ ഏകദേശം ഇതുപോലെ ആയിരിക്കും. ഇതൊരു സാമ്പിൾ ഗ്രാഫാണ്. പമ്പിൻ്റെ എഫിഷ്യൻസിയും ഹെഡും ഇൻപുട്ട് പവറും കാണിക്കുന്ന ഒരു സാമ്പിൾ ഗ്രാഫാണ്. ഈ ഒരു പോയിൻ്റ് കണ്ടോ? ഈ ഒരു പോയിൻ്റ് റിയൽ ലൈഫിൽ വളരെ അത്യാവശ്യമാണ്. ഓപ്പറേറ്റിംഗ് പോയിൻ്റ് എന്ന് പറയും ഈ പോയിൻറ്റിന്. പമ്പ് നല്ല രീതിയിൽ പ്ലംബിംഗ് സൊല്യൂഷൻ ചെയ്യാൻ വേണ്ടി ഈ ഒരു പോയിൻ്റ് വളരെ അത്യാവശ്യമാണ്. അത് ഡീപ്പ് എഞ്ചിനീയറിംഗ് ആണ്, അങ്ങോട്ടൊന്നും പോകണ്ട. പക്ഷേ ഈ ഒരു കർവും ഇതാണിത്. ഡിസ്ചാർജ് വേഴ്സസ് ഹെഡ്, അല്ലെങ്കിൽ ഹെഡ് വേഴ്സസ് ഡിസ്ചാർജ്, പിന്നെ എഫിഷ്യൻസി കർവ്. ഇത് 2 മസ്റ്റായിട്ട് വേണം കേട്ടോ. ഇത് മിസ്സായാൽ ഇത് രണ്ടെണ്ണം മറന്നുപോലെ. 3 വരയ്ക്കാം. നിങ്ങൾക്ക് എന്തായാലും നല്ലോണം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ചെയ്യാനുള്ള സമയം കിട്ടും. കാരണം ഒരു എക്സ്പെരിമെൻറ്റിലാണ് ചെയ്യുന്നുള്ളൂ, സമയം കിട്ടും. അപ്പം ഇത് കൃത്യമായിട്ട് ഗ്രാഫിൽ വരയ്ക്കണം. ഇപ്പോൾ നമ്മുടെ റെക്കോർഡിൻ്റെ കേസിൽ 3 ഗ്രാഫായിട്ട് വരയ്ക്കുക. അപ്പോൾ പറഞ്ഞതുപോലെ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്നവർ എഫിഷ്യൻസി കണ്ടുപിടിച്ച് കാൽക്കുലേഷൻ സ്റ്റോപ്പ് ചെയ്യുക. എഫിഷ്യൻസി ഇത്ര പെർസെൻറ്റേജ് കിട്ടുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. അതായത് 4 ട്രയലിലും 4 എഫിഷ്യൻസി, അല്ല 5 ട്രയലിൽ 5 എഫിഷ്യൻസി കണ്ടെത്തുന്നു. അതിൻ്റെ മീൻ എടുക്കുന്നു, അത് ആൻസർ റിസൾട്ടായിട്ട് എഴുതുന്നു. ശേഷം ഗ്രാഫ് വരയ്ക്കുന്നു. പക്ഷെങ്കിൽ സെൻട്രിഫ്യൂഗൽ പമ്പിൽ നിന്നും റെസിപ്രോക്കേറ്റിങ്ങിനുള്ള വ്യത്യാസം എക്സ്ട്രാ 2 കൂടെ ഉണ്ട്. 2 കാര്യങ്ങൾ. ഒന്ന്, തിയററ്റിക്കൽ ഡിസ്ചാർജ് QT അല്ലെങ്കിൽ QTH, എന്ത് വേണമെങ്കിലും എഴുതാം, നിങ്ങളുടെ ഇഷ്ടം. അതോടൊപ്പം തന്നെ പെർസെൻറ്റേജ് സ്ലിപ്പ്. ഇത് 2 കാര്യങ്ങളുടെ റെസിപ്രോക്കേറ്റിംഗ് പമ്പിനകത്ത് ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ് തിയററ്റിക്കൽ ഡിസ്ചാർജ്?
ശരിക്കും റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറഞ്ഞത് ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റാണ്. ഇതുപോലെ ഇരിക്കും. ഇത് സക്ഷൻ സൈഡ് സക്ക് ചെയ്യുന്നു, ഇതിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് വരുന്നു, ഇവിടുന്ന് പമ്പ് ചെയ്യുന്നു. നോക്കി, ഇതൊരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റാണ്. സാധാരണ നമ്മുടെ സിറിഞ്ച് പോലെ, സിറിഞ്ച് ആലോചിച്ചാൽ മതി. അതായത് ഈ പിസ്റ്റൺ പുറമോട്ട് നീങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? അതിലേക്ക് വെള്ളം വന്നറിയും. അല്ല, ഒരു മരുന്നെടുക്കുന്നത് എങ്ങനെ? സിറിഞ്ചിൻ്റെ പ്ലഞ്ചർ പുറമോട്ട് വലിക്കുമ്പോൾ അതിലേക്ക് അതിൻ്റെ മരുന്ന് വന്നറിയുന്നു, പിന്നെ തിരിച്ചു കൊള്ളുമ്പോൾ മരുന്ന് കയറിപ്പോകും. അതേപോലെ തന്നെ സെയിം ഈ സക്ഷൻ ലൈനിൽ നിന്നും ഈ പിസ്റ്റൺ പുറമോട്ട് നീങ്ങുമ്പോൾ ഇവിടെ ഒരു ലോ പ്രഷർ ക്രിയേറ്റ് ആകുന്നു, അപ്പം വെള്ളം ഇങ്ങോട്ട് വന്ന് കയറുന്നു. പിന്നെ ഈ പിസ്റ്റൺ മുന്നോട്ട് പോകുമ്പോൾ ഹൈ പ്രഷർ ആവുകയും ഇതിലൂടെ തള്ളിക്കളയും. ഇവിടെ 2 വാൽവ് മെക്കാനിസം ഉണ്ട്. വൺ സൈഡ് വാൽവാണ്. ഈ സക്ഷൻ ടൈമിൽ ഇത് ഓപ്പൺ ആവും, ഇത് ക്ലോസ് ആയിരിക്കും. ഡെലിവറി സമയത്ത് ഇത് ഓപ്പൺ ആവും, ഇത് ക്ലോസ് ആവും. അതുപോലെ നമ്മൾ പറഞ്ഞു വന്നത് പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റിനെ പറ്റി അല്ലേ. അപ്പോൾ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ്, അത് സിലിണ്ടർ എന്നുള്ള റൗണ്ട് ഷേപ്പ് ആയിരിക്കുമല്ലോ, റൗണ്ട് ഷേപ്പ് ആയിരിക്കും. അത് മാത്രമല്ല പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിലും ബോട്ടം ഡെഡ് സെൻറ്റർ 2 TDCകൾ ഇത് ചെയ്യും. നമ്മൾ ഈ ഒരു കേസിൽ ചരിഞ്ഞിരിക്കുന്ന ടോപ്പ് ഡെഡ് സെൻറ്റർ ബോട്ടം ഡെഡ് സെൻറ്റർ പറഞ്ഞാൽ ശരിയാണെന്ന് അറിയില്ല. എന്നാലും സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് മുതൽ എൻഡ് പോയിൻറ്റ് വരെ ഈ ഒരു ലെങ്തിനെ പറയുന്നതാണ് സ്ട്രോക്ക് ലെങ്ത്. അപ്പോൾ ഇതിനൊരു റൗണ്ട് ഷേപ്പ് കാണും. അതായത് റൗണ്ട് ഷേപ്പിലാണ് സിലിണ്ടർ ഇരിക്കുന്നത്. പിസ്റ്റൺ ഒരു സൈഡിൽ തുടങ്ങി ഒരു സൈഡ് വരെ അവസാനിക്കുന്ന ഒരു മൂവ്മെൻറ്റ് നടത്തും. അപ്പോൾ ഈ 2 വാചകങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഇനി ഫോർമുലയിലേക്ക് വരികയാണെങ്കിൽ നോക്കിയേ, തിയറട്ടിക്കൽ ഡിസ്ചാർജ് എന്നുള്ളത് QT ആണ്. അതിൻ്റെ ഫോർമുല A×L×N/60. അപ്പോൾ എന്താണ് A, എന്താണ് L? ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു, പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റിൽ സിലിണ്ടർ റൗണ്ട് ഷേപ്പിലാണ്. അപ്പോൾ അതിനൊരു ഡയമീറ്റർ കാണും. ആ ഡയമീറ്റർ എന്ന് പറയുന്നത് ബോർ ഡയമീറ്റർ എന്നാണ്. അപ്പോൾ ആ സിലിണ്ടറിൻ്റെ ഡയമീറ്ററിനെ പറയുന്നത് ബോർ ഡയമീറ്റർ എന്നാണ്. ആ ഡയമീറ്റർ വെച്ച് നമ്മൾ ഏരിയ കണ്ടുപിടിക്കും. അതാണ് ഈ A. ശേഷം പറഞ്ഞായിരുന്നു പിസ്റ്റൺ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ഒരു എൻഡ് പോയിൻ്റ് ഒരു യാത്ര നടത്തും അല്ലേ, ഒരു സഞ്ചാരം നടത്തും. അപ്പം അതിൻ്റെ പേരാണ് സ്ട്രോക്ക് ലെങ്ത്. ആ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് മുതൽ പിസ്റ്റൺ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, പുറമോട്ട് പോയിട്ട് ഇവിടെ നിൽക്കുന്നു, വീണ്ടും തിരിച്ചിങ്ങനെ പോകുന്നു, ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഇത് നമ്മുടെ ഫ്ലൈ വീല് അല്ലെങ്കിൽ അതിൻ്റെ കണക്ഷൻ ലിങ്കുകളെല്ലാമാണിത്. അപ്പം ഇതാണ് സ്ട്രോക്ക് ലെങ്ത് L. അപ്പോൾ ഈ 2 വാല്യൂ എവിടെ നിന്ന് കിട്ടും? ഈ 2 വാല്യൂ ഒബ്സർവേഷനിൽ കാണും. ബോർ ഡയമീറ്ററും സ്ട്രോക്ക് ലെങ്തും ഒബ്സർവേഷനകത്ത് കാണും. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഒബ്സർവേഷൻ്റെ അതിൽ ഇത് 2 ഇല്ല, അതുകൊണ്ട് ഞാൻ പ്രത്യേകം മാറ്റി എഴുതിക്കുക. അപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് കിട്ടുന്നവർ എക്യുപ്മെൻറ്റിന് അടുത്ത് ചെന്നിട്ട് അവിടുത്തെ നമ്മുടെ ഒബ്സർവേഷൻ ചാർട്ട് വായിച്ച് നോക്കുക, അല്ലെങ്കിൽ അവിടെ മുകളിലൊരു ബോർഡുണ്ടല്ലോ, ആ ബോർഡ് മൊത്തം വായിച്ച് നോക്കുക, ഡേറ്റ മൊത്തം എഴുതി വെക്കുക കാൽക്കുലേഷൻ ചെയ്യേണ്ട സമയത്ത്. അപ്പോൾ ഈ ഒരു കേസ് നമുക്ക് ആവശ്യമുള്ളത് ബോർ ഡയമീറ്ററും സ്ട്രോക്ക് ലെങ്തുമാണ്. അപ്പം ഇപ്പോൾ ഉദാഹരണം ഡെമ്മി കാൽക്കുലേഷനാണ്. ബോർ ഡയമീറ്റർ 56 mm എന്നും സ്ട്രോക്ക് ലെങ്ത് 38 mm എടുത്ത് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുകയാണ്. അപ്പോൾ അത് എന്താണ്, ഇത് mm-ലായിരിക്കും അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിലായിരിക്കും. അതിനെ മീറ്ററിലേക്ക് മാറ്റണം, എന്നിട്ട് ആവശ്യമായ കാൽക്കുലേഷൻ ചെയ്യണം. അപ്പം സിലിണ്ടറിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ ബോർ ഡയമീറ്റർ വെച്ച് ഏരിയ കണ്ടുപിടിക്കുന്നു. സ്ട്രോക്ക് ലെങ്ത് ഡയറക്റ്റായിട്ട് mm-ലോ സെൻറ്റിമീറ്ററിലോ ചാർട്ടിൽ ഒബ്സർവേഷൻ ടേബിളിനകത്ത് കാണും, അല്ലെങ്കിൽ ആ എക്യുപ്മെൻറ്റിൻ്റെ നോട്ട് ഇതുണ്ടല്ലോ, ഒരു ബോർഡ് ഒട്ടിച്ചുണ്ട്, ആ ബോർഡെ കാണും. അതിനെ മീറ്റേഴ്സിലേക്ക് വേണ്ടി മാറ്റി ഇടണം. പിന്നെ ഉള്ളത് N ആണ്, RPM ആണ്. RPM എവിടെ നിന്ന് കിട്ടും? ആ ബോർഡിൽ തന്നെ ഒരു RPM ഇൻഡിക്കേറ്റർ ഉണ്ട്, അവിടെ നിന്ന് നോട്ട് ചെയ്യുക. പക്ഷേ നമ്മുടെ കേസ് വരുമ്പോൾ 450, 500 ആ റേഞ്ചിനകത്തായിരിക്കും RPM വരുന്നത്. /60. അപ്പോൾ എന്താണ് ഈ 60 എങ്ങനെ വന്നു? ഈ N എന്നുള്ളത് RPM ആണ്, സ്പീഡ് റവല്യൂഷൻ പെർ മിനിറ്റ് ആണ്. മിനിറ്റിനെ അവറിലേക്ക് മാറ്റണം അല്ലേ, സെക്കൻഡ്സിലേക്ക് മാറ്റണം. ഇവിടെ നമുക്ക് വേണ്ട യൂണിറ്റ് m³/s ആണ്. അപ്പം ഈ മിനിറ്റിനെ സെക്കൻഡ്സിലേക്ക് മാറ്റാൻ വേണ്ടി /60 ആയിരിക്കുന്നു. അപ്പം ഇവിടെ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? ഏരിയ, ബോർ ഡയമീറ്റർ വെച്ച് ഏരിയ കണ്ടുപിടിക്കുന്നു. സ്ട്രോക്ക് ലെങ്ത് ഓൾറെഡി ബോർഡെ കാണും. RPM സെൻസർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡിസ്പ്ലേയിനകത്ത് നിന്ന് RPM നോട്ട് ചെയ്യുക, /60. അപ്പം യൂണിറ്റ് m³/s കിട്ടും. പിന്നെയുള്ളതാണ് പെർസെൻറ്റേജ് ഓഫ് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ വെള്ളം വരും. ശരിക്കും തിയറട്ടിക്കലിനേക്കാൾ കൂടുതലാകാൻ പാടില്ലാത്തതാണ് എല്ലായിടത്തും, ഏതൊരു എക്യുപ്മെൻ്റ് കേസ് നോക്കിയാലും. പക്ഷേ ഇവിടെ ചില സമയത്ത് ലീക്കേജൊക്കെ സംഭവിക്കുക, അതിലുള്ള ടെക്നിക്കൽ ഇഷ്യൂ കാരണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വെള്ളം ആക്ച്വലായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും.
അപ്പോൾ അതിനെ നെഗറ്റീവ് സ്ലിപ്പ് എന്ന് പറയും. ലീക്കേജ് ഒക്കെ സംഭവിക്കുന്നത്, അതായത് ഇപ്പം പമ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് 10 ലിറ്റർ പെർ സെക്കൻഡിൽ ആണെങ്കിൽ അത് ചിലപ്പോൾ 11 കിട്ടും, 10നേക്കാളും കൂടുതൽ കിട്ടും. അപ്പോൾ അതിനെ നെഗറ്റീവ് സ്ലിപ്പ് എന്നും അല്ലെങ്കിൽ നോർമൽ സ്ലിപ്പ് എന്നും പറയും. അപ്പോൾ ഈ പെർസെൻറ്റേജ് ഓഫ് സ്ലിപ്പ്, അപ്പോൾ അതിനെന്തൊക്കെ ആവശ്യം? പെർസെൻറ്റേജ് ഓഫ് സ്ലിപ്പ് ഈസ് ഈക്വൽ ടു QT. ഏതാ QT? ഇവിടുന്ന് കണ്ടുപിടിച്ച തിയറട്ടിക്കൽ ഡിസ്ചാർജ് മൈനസ് QA അല്ലെങ്കിൽ ആക്ച്വൽ ഡിസ്ചാർജ്. എവിടെ നിന്ന് കണ്ടുപിടിച്ച് നമ്മുടെ കാൽക്കുലേഷൻ ചെയ്ത് കണ്ടുപിടിച്ച് രണ്ടാമത്തേത് Q എന്നുള്ള വാക്ക്, AT × 5 × 10⁻² / T അല്ലേ? അതിനകത്ത് നിന്നും QA കിട്ടും, ഡിവൈഡ് ബൈ QT. ഇത് ഇൻറ്റു 100, പെർസെൻറ്റേജ് ഉള്ളതുകൊണ്ട് 100. ഒരു ആൻസർ പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് കിട്ടും. ഇത് രണ്ടെണ്ണം എക്സ്ട്രാ ആണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്. അപ്പോൾ ഗ്രാഫും ഇതുപോലെ തന്നെ. റെസിപ്രോക്കേറ്റിംഗ് പമ്പിന് എക്സ്ട്രാ ഒരെണ്ണമുണ്ട്, അഞ്ചാമത്തേത് വോളിയോമെട്രിക് എഫിഷ്യൻസിയാണ്. അതായത് തിയറട്ടിക്കൽ ഡിസ്ചാർജും കഴിഞ്ഞ് സ്ലിപ്പും കഴിഞ്ഞ് വോളിയോമെട്രിക് എഫിഷ്യൻസി ഉണ്ട്, അത് പറയാൻ വിട്ടുപോയി. അത് ആക്ച്വൽ ഡിസ്ചാർജ് QA, രണ്ടാമത് കണ്ടുപിടിച്ച കാൽക്കുലേഷനകത്ത് കിട്ടുന്ന വാല്യൂ ഡിവൈഡ് ബൈ Q തിയറട്ടിക്കൽ. നമുക്ക് ആറാമത് കിട്ടിയത്, അപ്പോൾ ഇവിടെ നിന്ന് കണ്ടുപിടിച്ച് കിട്ടിയത് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് വോളിയോമെട്രിക് എഫിഷ്യൻസി പെർസെൻറ്റേജിൽ കിട്ടും. അത് നൊട്ടേഷൻ ചെയ്യുന്ന ഈറ്റയാണ്, ηV, വോളിയോമെട്രിക് എഫിഷ്യൻസി. ഇതിവിടെ നിന്ന് ആഡ് ചെയ്തേ. ഇത് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ ഒരു സാമ്പിൾ ഗ്രാഫാണ്. പക്ഷേ പെർസെൻറ്റേജ് ഉണ്ട് നോക്കി, ഇവിടെ ടോട്ടൽ ഹെഡ് വരുന്നുണ്ട്. ശരിക്കും ഇവിടെ ഡിസ്ചാർജ് വെച്ച് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇതിപ്പോൾ ഹെഡ് വേഴ്സസ് ബാക്കിയെല്ലാം കിടക്കുന്നത്. ഇവിടെ നമുക്ക് പഴയ ഈ ഗ്രാഫ് വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ സെയിം ഗ്രാഫുകളിലും വരയ്ക്കാം. ഗ്രാഫ് സെയിം ആണെങ്കിലും അതിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് കർവെല്ലാം മാറും. എന്നാലും ആവശ്യമുള്ള സമയങ്ങളിൽ ഇവിടെ ഡിസ്ചാർജും ഇവിടെ ടോട്ടൽ ഹെഡ്, എഫിഷ്യൻസി, അതുപോലെ ഇൻപുട്ട് പവർ, ഇതെല്ലാം വെച്ച് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഈ ഗ്രാഫ് വ്യത്യസ്തപ്പെടാൻ കാരണം ഇവിടെ ടോട്ടൽ ഹെഡ് താഴെ, എക്സ് ആക്സിസിൽ ടോട്ടൽ ഹെഡാണ്. ഒരു കാര്യം, നമ്മുടെ ഒരു സൗകര്യത്തിനുവേണ്ടി നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ സെയിം ഗ്രാഫ് അങ്ങ് വരച്ചാൽ മതി. ഈ ഗ്രാഫ് വരയ്ക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ നോക്കി, ഇവിടെ ടോട്ടൽ ഹെഡാണ് എക്സ് ആക്സിൽ മീറ്റേഴ്സിൽ, പിന്നെ ഇവിടെ ഉള്ള വൈ ആക്സിസിൽ വോളിയോമെട്രിക് എഫിഷ്യൻസി ഉണ്ട്, ഇൻപുട്ട് പവറുണ്ട്, പെർസെൻറ്റേജ് സ്ലിപ്പുണ്ട് വൈ ആക്സിസിൽ. ഇനി നമ്മുടെ എക്സ്പെരിമെൻ്റ് റെക്കോർഡിൽ എഴുതി അവസാനിപ്പിക്കുന്ന റിസൾട്ട് വെച്ചാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് റിസൾട്ട് എഴുതേണ്ടത്? പമ്പിൻ്റെ റിസൾട്ട് എഴുതേണ്ടത്, റിസൾട്ട് എന്ന ഹെഡിങ് എഴുതി. 1, ദ ഇൻപുട്ട് പവർ ഓഫ് ദ പമ്പ് ഈസ് കിലോവാട്ട്. ദി ഔട്ട്പുട്ട് പവർ ഓഫ് ദ പമ്പ് ഈസ് -കിലോവാട്ട്. ദി ഓവറോൾ എഫിഷ്യൻസിയാണ്, ഇത് എഫിഷ്യൻസി എന്നാണ് എഴുതിയിരിക്കുന്നത്, ഓഫ് ദ പമ്പ് ഈസ് പെർസെൻറ്റേജ്. ഈ മൂന്നെണ്ണമായിരിക്കണം സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ റിസൾട്ടായിട്ട് എഴുതേണ്ടത്. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ റിസൾട്ടായിട്ട് എന്തൊക്കെയാണ്? ഓവറോൾ എഫിഷ്യൻസി, ഇൻപുട്ട് പവർ, ഔട്ട്പുട്ട് പവർ. നമ്മൾ കണ്ടുപിടിച്ച അത്രയും കാര്യങ്ങൾ, കാൽക്കുലേഷൻ വെച്ച് കണ്ടുപിടിച്ച അത്രയും കാര്യങ്ങൾ. ഇനി റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ കേസ് വരുവാണെങ്കിൽ നമ്മൾ ഈ ആദ്യത്തെ 3 എഴുതണം, പ്ലസ് രണ്ടാമത് എക്സ്ട്രാ കണ്ടുപിടിച്ചില്ല കുറച്ച് കാര്യങ്ങൾ. തിയറട്ടിക്കൽ ഡിസ്ചാർജ് ഓഫ് ദ പമ്പ് ഈസ് m3/s. വോളിയോമെട്രിക് എഫിഷ്യൻസി ഓഫ് ദ പമ്പ് ഈസ് %. പെർസെൻറ്റേജ് ഓഫ് സ്ലിപ്പ് ഓഫ് ദ പമ്പ് ഈസ് %. ഇങ്ങനെ റെസിപ്രോക്കേറ്റിംഗ് ആണെങ്കിൽ ഈ 6 കാര്യങ്ങൾ എഴുതണം. ആദ്യത്തെ 3 പ്ലസ് ഈ ബാക്കിയുള്ള 3 എഴുതണം. ഇനിയും സെൻട്രിഫ്യൂഗൽ പമ്പ് ആണെങ്കിലോ ഈ മുകളിലത്തെ 3 മാത്രം.